വർഷം 1999. പ്രശാന്തി നിലയത്തിലെ മഹാശിവരാത്രി ആഘോഷവേള. വൈകുന്നേരം ഭഗവാൻ പ്രഭാഷണം നടത്തി. തുടർന്ന് അഖണ്ഡ ഭജന ആരംഭിച്ചു. സായി കുൽവന്ത് ഹാൾ രാത്രി മുഴുവൻ ഭക്തിസാന്ദ്രമായ ഭജനകളാൽ മുഖരിതമായി. അടുത്ത ദിവസം പ്രഭാതത്തിൽ സദസ്സിലേക്ക് പുതിയൊരു ഊർജം പകർന്നുകൊണ്ട് സ്വാമി എഴുന്നള്ളി. ഭജന പുരോഗമിക്കവേ ഭഗവാൻ ഭക്തർക്കിടയിലൂടെ നടന്ന് അവർക്ക് ദർശനം നൽകി. സാധാരണയായി അഖണ്ഡ ഭജന ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഭഗവാന്റെ പ്രഭാഷണത്തോടെയാണ്. ആ പ്രഭാതത്തിൽ എല്ലാവരും ഭഗവാന്റെ അനുഗ്രഹ സന്ദേശത്തിനായി കാത്തിരിക്കുകയായിരുന്നു. പ്രസംഗവേദിയും മൈക്കുകളും തയ്യാറായി. എന്നാൽ എല്ലാവരും ഒരു അസാധാരണത്വം ശ്രദ്ധിച്ചു. സ്വാമിയുടെ നെഞ്ചിൽ അസ്വസ്ഥതയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. അവിടുന്ന് ഇടയ്ക്കിടെ കുടിവെള്ളം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. സമയം കടന്നു പോകുന്തോറും ആ അസ്വസ്ഥത വർദ്ധിച്ചു വരുന്നത് കണ്ട ഭക്തർക്ക് അത് വലിയ വേദനയായി. ഒടുവിൽ ആ പുണ്യനിമിഷം വന്നണഞ്ഞു. ഭക്തകോടികളുടെ ഹൃദയങ്ങളിൽ ആനന്ദത്തിന്റെ തിരമാലകൾ ഉയർന്നു. ആ വലിയ അനുഗ്രഹം പൂർണ്ണമായി ഉൾക്കൊള്ളുന്നതിനു മുൻപ് തന്നെ ഭഗവാൻ ഒരു സുപ്രധാന പ്രഖ്യാപനം നടത്തി. ప్రతి ఒక్కరి హృదయమందు ఉంటున్నది. ఇది ప్రతి ఒక్కరి కుడి భాగమునందు ఉంటున్నది. It is present on the right side of everybody. కేవలం ఈ దేహం నుండి మాత్రమే వచ్చింది కాదు. Is not the one that has originated of this body. ఇది దేహమంతా వ్యాపించి ఉంటుండాలి. It has spread all over. అది అనుకున్నప్పుడు ఒక స్వరూపాన్ని చేరుతుంది. But as Bhagavan wills, it takes a form. ఇలాంటి యొక్క తత్వాన్ని మీరు వేరుగా భావించకండి. Don't consider in a different way. ఇది సర్వులు యందు ఉండేటువంటి దీనిని ఈ ఆవిర్భావమైనటువంటి సమయం లోపల ఎవరు చూచారో వారికి ఇంకా జన్మ లేదు. Those that have seen this Hiranyagarbha coming, origin of it, will not have birth again. వచ్చే సమయంలో దీని యొక్క ఆకారం చూడాలి. You must have seen as it has come, the form. కనుకనే ఇలాంటి దర్శనమే ఇలాంటి పవిత్రమైనటువంటి యొక్క పావనం గావించే నిమిత్తమే ఇలాంటివి అప్పుడప్పుడు ప్రదర్శించవలసి వస్తుంది. These things have got to be done now and then to make you know the divinity. మీరెంతో అదృష్టవంతులు. You are very lucky souls today. ఈనాడు సోమవారము. Today is Monday. ఈ సోమవారమైనటువంటి సోమశేఖరుని యొక్క స్వరూపమే. Monday is the very form of Somasekhara. ఈశ్వరునికి సోమవారం చాలా ముఖ్యము. Somavara, Monday is so endear Ishvara. దేహం కూడాను పుట్టినటువంటిది సోమవారమే. Bhagavan also was born on Monday, Somavara. 1926 നവംബർ 23 കാർത്തിക മാസത്തിലെ ഒരു തിങ്കളാഴ്ചയാണ് ഭഗവാൻ ജനിച്ചത്. പരമശിവനെ ആരാധിക്കുന്ന പവിത്രമായ ദിനം. കുട്ടിക്കാലത്ത് ഒരു മഹാശിവരാത്രി ദിവസം സത്യൻ കൂട്ടുകാരോടൊപ്പം ഉറവക്കൊണ്ടയിലെ ശിവക്ഷേത്രത്തിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ സത്യന്റെ ശരീരത്തിൽ നിന്ന് ഒരു ദിവ്യ തേജസ് വിഗ്രഹത്തിലേക്കും തിരിച്ച് വിഗ്രഹത്തിൽ നിന്ന് സത്യനിലേക്കും പ്രവഹിക്കുന്നത് കണ്ട കൂട്ടുകാർ അത്ഭുതപ്പെട്ടു. ഒരിക്കൽ സത്യനെ ഹംപിയിലെ പ്രശസ്തമായ വിരൂപാക്ഷ ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി.
എല്ലാവരും ക്ഷേത്രത്തിനകത്തേക്ക് പോയപ്പോൾ സത്യൻ പുറത്തു തന്നെ നിൽക്കാൻ താൽപ്പര്യപ്പെട്ടു. സത്യൻ പുറത്തിരിക്കുമ്പോൾ തന്നെ ഗർഭഗൃഹത്തിനുള്ളിൽ പൂജാരി ആരതി ഒഴിയുമ്പോൾ ആളുകൾ കണ്ടത് വിഗ്രഹത്തിനു പകരം പുഞ്ചിരി തൂക്കിക്കൊണ്ട് അനുഗ്രഹം ചൊരിയുന്ന സത്യനെയായിരുന്നു. സത്യൻ എങ്ങനെ അകത്തു കടന്നു എന്ന് നോക്കാൻ അദ്ദേഹത്തിന്റെ സഹോദരൻ ശേഷമ്മ രാജു പെട്ടെന്ന് പുറത്തേക്ക് വന്നപ്പോൾ സത്യൻ അവിടെ ശാന്തനായി ഇരിക്കുന്നത് കണ്ട് അമ്പരന്നുപോയി. ധാരാളം പേർക്ക് അവിടുത്തെ ദിവ്യത്വത്തിലുള്ള വിശ്വാസം ഉറയ്ക്കുന്നതിനായി അവിടുന്ന് ആടിയ പ്രധാനപ്പെട്ട ഒരു ബാല്യകാല ലീലയായിരുന്നു അത് എന്ന കാര്യത്തിൽ സംശയമില്ല. കുട്ടിക്കാലം മുതൽക്കേ ഭക്തരെ അനുഗ്രഹിക്കാനും സുഖപ്പെടുത്താനുമായി ഭഗവാൻ ഉപയോഗിച്ചിരുന്ന ഒരു പ്രധാന മാർഗമായിരുന്നു വിഭൂതി. പരമശിവനുമായി ബന്ധപ്പെട്ടതിനാൽ ഭക്തർ അതിനെ കൈലാസ വിഭൂതി എന്ന് വിളിച്ചു. നവരാത്രി ഘോഷയാത്രകളിൽ അവിടുത്തെ പല്ലക്കിൽ എഴുന്നള്ളിക്കുമ്പോൾ ഭഗവാന്റെ പുരികങ്ങളിൽ നിന്ന് വിഭൂതി ആവിർഭവിച്ച് അവിടുത്തെ കൺപീലികളിലേക്കും കവിളിലേക്കും വീഴുന്നത് കാണാൻ പഴയകാലത്തെ ഭാഗ്യവാന്മാരായ ഭക്തർക്ക് അവസരം ലഭിച്ചിരുന്നു. കമഴ്ത്തിപ്പിടിച്ച ഒരു കുടത്തിൽ ഭഗവാന്റെ ദിവ്യകരം കടത്തുമ്പോൾ വെളുത്ത ഗംഗാപ്രവാഹം പോലെ തുടർച്ചയായി വിഭൂതി വർഷിക്കപ്പെടുന്നത് കാണുമ്പോൾ സന്തോഷവും അത്ഭുതവും ആവേശവും നിറയാത്ത ഒരു സായി ഭക്തനും ഉണ്ടാവുകയില്ല. ആ ശക്തമായ വിഭൂതി മഴ ഷിർദി സായി പ്രതിമയിലും ചുറ്റുമുള്ള എല്ലാവരിലും വീഴുന്ന കാഴ്ച അത്യധികം മഹനീയമായിരുന്നു. പാപങ്ങളെ ദഹിപ്പിക്കുന്ന ഭസ്മം, ആത്മീയ തേജസ് വർദ്ധിപ്പിക്കുന്ന ഭാസിതം, ആപത്തുകളെ അകറ്റുന്ന ക്ഷാരം, സംരക്ഷണം നൽകുന്ന രക്ഷ എന്നിങ്ങനെ വിഭൂതി വിശേഷിപ്പിക്കപ്പെടുന്നു. ശരീരം ഒടുവിൽ ചാരമായി മാറുമെന്ന സത്യത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് വിഭൂതി. ചിലപ്പോഴൊക്കെ ഭഗവാൻ വിഭൂതിയുടെ ഒരു ചെപ്പ് സൃഷ്ടിച്ച് അർഹതയുള്ളവർക്ക് നൽകി ഇതിലെ വിഭൂതി ഒരിക്കലും തീരുകയില്ല എന്ന് അരുളി അനുഗ്രഹിക്കുമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ജനറൽ മേത്തയെ സ്വാമി അത്തരമൊരു പാത്രം സൃഷ്ടിച്ചു നൽകി അനുഗ്രഹിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ കൈവശം ഇന്നും ആ അക്ഷയ വിഭൂതി ചെപ്പുണ്ട്. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നെറ്റിയിൽ വലിയ വിഭൂതിക്കുറിയും അതിന് നടുവിൽ കുങ്കുമപ്പൊട്ടും ചാർത്തുന്നത് ഭഗവാൻ ഇഷ്ടപ്പെട്ടിരുന്നു. ഇതിനെക്കുറിച്ച് അവിടുത്തെ ജീവചരിത്രകാരൻ പ്രൊഫസർ കസ്തൂരി പറയുന്നത് ഇപ്രകാരമാണ്: അവിടുന്ന് ശിവനും ശക്തിയുമാണ്, ദിവ്യ മാതാപിതാക്കൾ. സായി എന്നാൽ ശക്തിയും ബാബ എന്നാൽ ശിവനുമാണ്. അതിനാൽ സായിബാബ എന്നാൽ ശിവശക്തി എന്നാണ് അർത്ഥം. 1963 ജൂണിൽ അവിടുന്ന് സ്വയം ഏറ്റെടുത്ത പക്ഷാഘാതത്തിൽ നിന്ന് അത്ഭുതകരമായി സുഖം പ്രാപിച്ച ശേഷം ഭഗവാൻ പരസ്യമായി പ്രഖ്യാപിച്ചു: ഞാൻ ശിവശക്തി സ്വരൂപനാണ്. ഭരദ്വാജ മഹർഷിക്ക് ശിവനും ശക്തിയും നൽകിയ വരദാനമനുസരിച്ചാണ് ഞാൻ ഭരദ്വാജ ഗോത്രത്തിൽ ജനിച്ചത്. ഷിർദി സായി ബാബയായി അവതരിച്ചത് ശിവനാണ്. ശിവശക്തി സ്വരൂപമായി ഞാൻ അവതരിച്ചു. ഇനി ശക്തി മാത്രം പ്രേമസായിയായി അവതരിക്കും. ഒരിക്കൽ ഭഗവാൻ ഈ ചിത്രം സൃഷ്ടിച്ച് മഹാവേദപണ്ഡിതനായ ശ്രീ ഖണ്ഡിക്കോട്ട സുബ്രഹ്മണ്യ ശാസ്ത്രിക്ക് സമ്മാനിച്ചിട്ട് പറഞ്ഞു: ഇതാണ് എൻ്റെ യഥാർത്ഥ രൂപം. ജടാജൂഢധാരിയാണ് പരമശിവൻ. ചുരുണ്ട ജടപിടിച്ച മുടിയോടുകൂടിയവൻ എന്നതുപോലെ ചുരുണ്ട ഇടതൂർന്ന കറുത്ത മുടി ശിവസായിയുടെ മനോഹരമായ കിരീടമാണ്.
ത്രിനേത്രധാരിയായ ശിവനെപ്പോലെ തന്നെ സ്വാമിയുടെ തിരുനെറ്റിയിൽ തൃക്കണ്ണു തുറക്കുന്നതിന് പഴയകാല ഭക്തർ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. വേദങ്ങളിലെ മുഴുവൻ ദേവന്മാരിലും അലങ്കാരങ്ങളില്ലാത്ത അലങ്കാരവർജിതനായ ഒരേയൊരു ദേവൻ ശിവനാണ്. ലാളിത്യവും വൈരാഗ്യവും സായിയുടെയും പ്രകൃതമാണ്. ദിവസവും ഭക്തർക്ക് സ്വർണം, വെള്ളി, വജ്രമോതിരങ്ങൾ, വാച്ചുകൾ, മാലകൾ, വളകൾ, വിലയേറിയ കല്ലുകൾ എന്നിവ സമ്മാനമായി നൽകുമ്പോഴും അവിടുന്ന് യാതൊരു അലങ്കാരവുമില്ലാതെ അലങ്കാരവർജിതനായി നിലകൊള്ളുന്നു. ഗംഗാധാരിയാണ് ശിവൻ. ജീവദായകമായ ഗംഗാജലത്തിന്റെ വാഹകനും ദാതാവുമാണ് അവിടുന്ന്. ലോകത്തിനു വേണ്ടി ഗംഗാമാതാവിന്റെ ഭയാനകമായ ശക്തിയും വേഗതയും ശിവൻ സ്വയം ഏറ്റെടുത്തതുപോലെ ഭഗവാൻ അവിടുത്തെ അനന്തമായ കാരുണ്യത്താൽ 10 ദശലക്ഷത്തിലധികം ആളുകൾക്ക് ശുദ്ധവും സുരക്ഷിതവുമായ കുടിവെള്ളം നൽകുക എന്ന മഹത്തായ ദൗത്യം ഏറ്റെടുത്തു. അങ്ങനെ ദുരിതം അനുഭവിക്കുന്നവർക്ക് ജീവാമൃതമായ ജലം എളുപ്പത്തിൽ ലഭ്യമാക്കി. ഈശ്വരനെ പ്രതിനിധീകരിക്കുന്നതിനുള്ള ഏറ്റവും പൂർണ്ണമായ ഗണിത ചിഹ്നം ഒരു ഗോളമാണ് എന്ന് ഭഗവാൻ പറയുന്നു. എന്നാൽ ഈ പരമതത്വം അനേകമായി മാറാൻ നിശ്ചയിച്ചപ്പോൾ സൃഷ്ടി സംഭവിച്ചു. അപ്പോഴാണ് ഗോളം 2ആയി വിഭജിച്ച് ഒരു ദീർഘവൃത്താകൃതിയിലാകുന്നത്. ഈ ദീർഘവൃത്താകൃതി തന്നെയാണ് ലിംഗം. ഇത് ശിവശക്തി തത്വത്തിന്റെ ഏകരൂപമാണ്. പോസിറ്റീവിന്റെയും നെഗറ്റീവിന്റെയും പ്രാഥമിക ധ്രുവതത്വമാണ് ഇത്. വാസ്തവത്തിൽ ലിംഗത്തെ നിർവചിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: ലീയത്തെ ഗമ്യത്തെ ഇതി ലിംഗഃ. അതായത് സകലതും എവിടെ നിന്നാണോ ഉത്ഭവിക്കുന്നത്, സകലതും എവിടെയാണോ ലയിച്ചു ചേരുന്നത്, അതാണ് ലിംഗം. ഈ കാലഘട്ടത്തിൽ ഈ ആഴമേറിയ സത്യം പ്രകടമാക്കുന്നതിനായി ഭഗവാൻ ലിംഗേശ്വരനായിക്കൊണ്ട് അവിടുത്തെ ഉള്ളിൽ നിന്നും ലിംഗങ്ങളെ പ്രകടിപ്പിച്ചു. 1945 ആദ്യത്തെ മന്ദിരം പണിയാൻ സ്ഥലം തിരഞ്ഞെടുത്തപ്പോൾ അടിത്തറയ്ക്കായി ഭൂമി കുഴിച്ച സമയത്ത് സകലരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ശിവലിംഗങ്ങളുടെ പീഠങ്ങൾ അവിടെ ധാരാളം കണ്ടെത്തുകയുണ്ടായി. എന്നാൽ വിചിത്രമെന്നു പറയട്ടെ, കഠിനമായ തിരച്ചിലിനു ശേഷവും ലിംഗങ്ങൾ ഒന്നും തന്നെ അവിടെ കണ്ടെത്തുകയുണ്ടായില്ല. ഒടുവിൽ ഭക്തർ ഭഗവാനോട് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അവിടുന്ന് വയറിൽ തൊട്ടുകൊണ്ട് രഹസ്യമെന്ന പോലെ പറഞ്ഞു: ലിംഗങ്ങളെല്ലാം ഇവിടെയുണ്ട്. ശരിയാണ്, ഈശ്വരന്റെ വാക്കുകളും വഴികളും എപ്പോഴും മനുഷ്യന്റെ ധാരണയ്ക്ക് അതീതമാണ്. എന്നിരുന്നാലും 1940-കൾ മുതൽ എല്ലാ ശിവരാത്രിയിലും ഭഗവാന്റെ ലിംഗങ്ങളുടെ ആവിഷ്കാരങ്ങൾ ദർശിക്കാനുള്ള അനുഗ്രഹം ഭക്തർക്ക് ലഭിച്ചിട്ടുണ്ട്. 1947 ഭഗവാൻ ഒരു ആത്മലിംഗവും 1950 ഒരു സ്വർണലിംഗവും സൃഷ്ടിച്ചു. 1958 ചിത്രാവതിയുടെ മണൽത്തിട്ടയിൽ നിന്ന് സൃഷ്ടിച്ച ലിംഗമാണ് ഇപ്പോൾ പ്രശാന്തി നിലയം മന്ദിരത്തിൽ ആരാധിക്കപ്പെടുന്നത്. 1960 രാത്രി 9:32 1, 2, 3 അല്ല 9 ലിംഗങ്ങളാണ് അവിടുത്തെ വായിലൂടെ പുറത്തു വന്നത്. 1962 2 സ്വർണലിംഗങ്ങൾ, 1963 2 ലിംഗങ്ങൾ, ഒന്ന് സ്വർണവും ഒന്ന് സ്ഫടികവും. 1965 സുതാര്യമായ മിനുസമാർന്ന പച്ചനിറത്തോടുകൂടിയ ഒരു ലിംഗം ഉത്ഭവിച്ചു. അത് ബ്രഹ്മാണ്ഡത്തിന്റെ പ്രതീകമാണ് എന്ന് സ്വാമി പറഞ്ഞു. 1966 പുതുതായി നിർമ്മിക്കപ്പെട്ട ശാന്തിവേദികയിൽ വച്ച് ഒരു മരതക ലിംഗവും 1967 2 ലിംഗങ്ങളും, ഒന്ന് ജ്യോതിർലിംഗവും മറ്റൊന്ന് കടുത്ത പിങ്ക് നിറമുള്ള ദീർഘഗോളാകൃതിയോടുകൂടിയ ഒരു ലിംഗവും ഉയർന്നു വന്നു. 1969 ഭഗവാന്റെ വായിൽ നിന്ന് ഒരു നീലലിംഗം ഉത്ഭവിച്ചു. തുടർന്ന് സ്വാമിയുടെ ശരീരം നിശ്ചലമായി. 55 മിനിറ്റ് നീണ്ട കഠിനമായ കാത്തിരിപ്പിനു ശേഷം ഭഗവാന്റെ ഇടതുകൈയുടെ വിരലുകൾ ചെറുതായി ചലിച്ചു. പതുക്കെ കൈ താഴേക്ക് വന്നു. അവിടുന്ന് കണ്ണുകൾ തുറന്ന് പുഞ്ചിരിച്ചു. ഭക്തരുടെ ഹൃദയങ്ങൾ സന്തോഷത്താൽ ആനന്ദ നൃത്തം ചെയ്തു. സ്വാമി തങ്ങളോടൊപ്പം തിരിച്ചെത്തിയല്ലോ. സ്വാമി പിന്നീട് വെളിപ്പെടുത്തി: ഞാൻ ലോകം ചുറ്റി ഒരു മാനസ സഞ്ചാരം നടത്തുകയായിരുന്നു.
എന്തുകൊണ്ടാണ് സ്വാമി തന്നിൽ നിന്ന് ലിംഗങ്ങളെ വെളിപ്പെടുത്തുന്നത്? 1971 ശിവരാത്രി ദിനത്തിൽ ഭഗവാൻ തന്നെ ഈ ചോദ്യത്തിന് ഉത്തരം നൽകി. స్వామి లింగోద్భవం చేయటం దీనికి ఏమి అర్థము? చాలా మంది ఊరికే దర్శిస్తున్నారే కానీ దీని యథార్థమును మాత్రం ఎవరు కూడా అర్థం చేసుకోవటం లేదు. భగవంతుని యొక్క స్థితి, భగవంతుని యొక్క శక్తి సామర్థ్యములు అగమ్యములు అగోచరములు అనేటువంటి యొక్క అర్థమును నిరూపణ చేయటం కోసమని లింగములు అనగా అది ఏది ప్రధానము, ఏది మొదలు, ఏది కొన అనేటువంటి దాన్ని నిర్ణయం చేయడానికి సాధ్యం కాదు. నియతే గమ్యతే ఇది లింగ అన్నారు. లింగం అనగా అంటే గమ్యము అని, దానికి ఒక చిహ్నము అని, గుర్తు అని దానికి అర్థం. అంతేకాని లింగం అంటే ఈ రకమైనటువంటి యొక్క రూపంలో ఉన్నటువంటిదే లింగమని కాదు. పరమాత్మని యొక్క ఆకారమును, ఇది ముఖము, ఇది చేతులు, ఇది తల అనేటువంటిది నిర్ణయం చేయడానికి సాధ్యము కానటువంటి యొక్క స్వరూపమే ఆ లింగాకారం. అలాంటి యొక్క సర్వజ్ఞత్వమును, సర్వవ్యాపకత్వమును, సర్వేంద్రియత్వమును కూడా ప్రదర్శించేటువంటి యొక్క స్వరూపమే లింగం. 1974 ഭഗവാന്റെ കൈവെള്ളയിലേക്ക് വന്നു വീണ ലിംഗത്തിൽ ത്രികാലങ്ങളെ സൂചിപ്പിക്കുന്ന 3 മുനകളോടുകൂടിയ ത്രിശൂലത്തിന്റെ തിളക്കമുള്ള അടയാളമുണ്ടായിരുന്നു. 1977 സ്വാമി സൃഷ്ടിച്ച പ്രപഞ്ചത്തിന്റെ പ്രതീകമായിട്ടുള്ള ലിംഗത്തിന് ഒരു കോഴിമുട്ടയേക്കാൾ വലിപ്പമുണ്ടായിരുന്നു. അണ്ഡാകൃതിയോട് കൂടിയ സ്വയം പ്രകാശിക്കുന്ന ഒരു സ്ഫടികലിംഗമായിരുന്നു അത്. ആ മംഗളകരമായ രൂപം കണ്ട് ഭക്തർ ആനന്ദാശ്രുക്കൾ പൊഴിച്ചു. പക്ഷേ അടുത്ത ദിവസം സ്വാമി ഇനി മുതൽ നിങ്ങൾ പറഞ്ഞറിയിക്കാനാവാത്ത കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് ശിവരാത്രി ആഘോഷത്തിന് പ്രശാന്തി നിലയത്തിൽ എത്തേണ്ടതില്ലെന്നും തങ്ങളുടെ വീടുകളിൽ തന്നെ ശിവരാത്രി ആഘോഷിക്കണമെന്നും പ്രഖ്യാപിച്ചപ്പോൾ അവരുടെ ഹൃദയം തകർന്നു. അങ്ങനെ 3 പതിറ്റാണ്ടുകൾക്കു ശേഷം ശിവരാത്രി ലിംഗോദ്ഭവത്തിന്റെ മഹത്തായ ഇതിഹാസത്തിന് വിരാമമിട്ടു. ലിംഗോദ്ഭവത്തിന്റെ സ്മരണകളെ അയവിറക്കിക്കൊണ്ട് 2 പതിറ്റാണ്ടിലധികം അങ്ങനെ കടന്നുപോയി. എന്നാൽ 1999 ഭഗവാൻ ഈ മംഗളലീല പുനരാരംഭിച്ചു. ആ പുണ്യരംഗം അവിടെയുണ്ടായിരുന്ന സകലരുടെയും ഭാവനയ്ക്ക് അതീതമായിരുന്നു. തുടർന്ന് ഭഗവാൻ വർഷം തോറും ഹിരണ്യഗർഭലിംഗത്തിന്റെ ദർശനം നൽകി ഭക്തരെ അനുഗ്രഹിച്ച് അവരുടെ ഹൃദയങ്ങളെ അളക്കാനാവാത്ത ആനന്ദത്താൽ നിറച്ചു. ലിംഗോദ്ഭവം എന്നാൽ ദൈവഭാവത്തിൽ അല്ലെങ്കിൽ ദൈവീക ചിന്തയിൽ ജീവിക്കുകയാണെന്ന് ഭഗവാൻ ഒരിക്കൽ വിശദീകരിച്ചു. ഭഗവാന്റെ അനുഗ്രഹത്താൽ 2006 പ്രശാന്തി നിലയത്തിൽ വച്ച് അതിരുദ്ര മഹായജ്ഞം നടത്തപ്പെട്ടു. ഈ പ്രപഞ്ചത്തിൽ അന്തർലീനമായിരിക്കുന്ന സർവവ്യാപിയായ ഈശ്വര ശക്തിക്ക് സമർപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന ആരാധനയാണ് അത്. ഈ യജ്ഞത്തിന്റെ ഒരു പ്രധാന ആകർഷണം ലിംഗ, ദേശ, ജാതി, മതഭേദമന്യേ സകലരെയും ശ്രീരുദ്ര മന്ത്രം ജപിക്കാൻ സ്വാമി പ്രോത്സാഹിപ്പിച്ചു എന്നതാണ്. ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ലോക കല്യാണം ലക്ഷ്യം വെച്ചുള്ള ഈ അതിരുദ്ര മഹായജ്ഞം സായി രീതിയിൽ നിരവധി ഇടങ്ങളിൽ നടത്തപ്പെട്ടു. നമ്മുടെ പ്രിയപ്പെട്ട ഭഗവാന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ വർഷമായ 2025 പ്രശാന്തി നിലയത്തിൽ നടന്ന അതിരുദ്ര മഹായജ്ഞം എല്ലാ ഭക്തരുടെയും ഹൃദയങ്ങളിൽ ഭക്തിയും ആനന്ദവും ഭഗവാനോടുള്ള കൃതജ്ഞതയും നിറച്ചു. അവർക്ക് പ്രശാന്തി നിലയം തീർച്ചയായും കൈലാസം തന്നെയായി മാറി. 65-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ഭക്തർ പ്രശാന്തി നിലയവുമായി വെർച്വലായി ബന്ധപ്പെടുകയും രുദ്രം ജപിക്കുകയും ഈ മഹത്തായ യജ്ഞത്തിന്റെ ഭാഗമായി തീരുകയും ചെയ്തിട്ടുണ്ട്. (1979) ഭഗവാൻ പുട്ടപർത്തിയിൽ ജന്മം കൊണ്ട ഇടം ഇപ്പോൾ ഒരു ശിവാലയമാണ്. അവിടെ ഭഗവാൻ തിളങ്ങുന്ന വെളുത്ത മാർബിൾ പ്രതിമ സ്ഥാപിച്ചത് ശ്രദ്ധേയമാണ്. വാസ്തവത്തിൽ
വർഷങ്ങളായി ഭഗവാൻ സൂക്ഷ്മവും വ്യക്തവുമായ നിരവധി മാർഗങ്ങളിലൂടെ താൻ സാക്ഷാത് പരമശിവൻ തന്നെയാണ് എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഒരിക്കൽ ഒരു നാടകത്തിന്റെ വസ്ത്രാലങ്കാരത്തോടു കൂടിയ റിഹേഴ്സലിനായി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ തങ്ങളുടെ വസ്ത്രങ്ങൾ ധരിച്ച് തയ്യാറായി നിൽക്കുകയായിരുന്നു. സ്വാമി അവിടേക്ക് കടന്നു ചെന്നു. സ്വാമി പെട്ടെന്ന് ശിവന്റെ വേഷം ചെയ്യുന്ന കുട്ടിയെ ശ്രദ്ധിച്ചു. ആ കുട്ടി വാച്ച് ധരിച്ചിരുന്നു. സ്വാമി ആ കുട്ടിയോട് യാദൃശ്ചികമായി സ്വന്തം കൈത്തണ്ട ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ശിവൻ വാച്ച് ധരിക്കാറില്ല, നോക്കൂ, എനിക്ക് വാച്ചില്ല. 1980 സ്വാമി കശ്മീർ സന്ദർശിച്ചപ്പോൾ ഭഗവാൻ അവിടുന്ന് താമസിച്ചിരുന്ന വീടിന്റെ ടെറസിലേക്ക് ചെന്ന് ഹിമാലയ പർവ്വതത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞത് ആതിഥേയയായ ശ്രീമതി ബ്രിജ് രത്തൻലാൽ ഓർത്തെടുക്കുന്നു. ഭഗവാൻ പറഞ്ഞു, നോക്കൂ, ഇതാണ് എന്റെ വീട്. വർഷങ്ങൾക്കു മുൻപ് അഷ്ടോത്തര ശതനാമാവലി രചിച്ച് അനുഗ്രഹത്തിനായി ഭഗവാന് സമർപ്പിച്ചപ്പോൾ ഭഗവാൻ അവരോട് ശങ്കര അംശായ നമഃ എന്ന നാമം ശങ്കരായ നമഃ എന്ന് മാറ്റാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അവിടുന്ന് ശങ്കരന്റെ ഒരു അംശമല്ല, ശങ്കരൻ തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചു. ഓം ശ്രീ സായി ജോഡിയാദിപ്പള്ളി സോമപ്പായ നമഃ എന്ന നാമത്തിന്റെ ഉത്ഭവവും സ്വാമി സാക്ഷാത് പരമശിവൻ തന്നെയാണ് എന്ന് വെളിപ്പെടുത്തുന്നു. 1958 സ്വാമിയുടെ ദർശനം കഴിഞ്ഞ് ഒരു ഭക്ത കുടുംബം ബാംഗ്ലൂരിലേക്ക് മടങ്ങുമ്പോൾ അവരുടെ കുഞ്ഞുമകൾ ഗീതാസുധ പെട്ടെന്ന് ചലനരഹിതയായി നീല നിറമായി മാറാൻ തുടങ്ങി. അപ്പോൾ എവിടെ നിന്നോ ഒരു അപരിചിതനായ വൃദ്ധൻ വന്ന് കുട്ടിയെ പുനർജനിപ്പിച്ചു. അദ്ദേഹം ആരാണെന്ന് ചോദിച്ചപ്പോൾ തന്റെ പേര് ജോഡിയാദിപ്പള്ളി സോമപ്പ എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായത്. അതേ സമയത്ത് പ്രശാന്തി നിലയത്തിൽ ഗീതാസുധയെ ഉയർത്തെഴുന്നേൽപ്പിച്ചത് താനാണ് എന്ന് സ്വാമി ചുറ്റുമുള്ളവരോട് വെളിപ്പെടുത്തി. ഈ ഗീതാസുധ മറ്റാരുമല്ല, ഭാരതത്തിലെ ഇതിഹാസ സംഗീതജ്ഞ ശ്രീമതി സുധാ രഘുനാഥനാണ്. എന്തുകൊണ്ടാണ് ആ പ്രത്യേക നാമം തിരഞ്ഞെടുത്തത് എന്ന് ഭക്തന്മാർ ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാൻ സോമപ്പ, സാ ഉമ അപ്പ, ദിവ്യമാതാവായ ഉമയോടുകൂടിയ ദിവ്യപിതാവായ ശിവൻ എന്നാണ് അതിനർത്ഥം. എന്റെ വാസസ്ഥലം ആദിപ്പള്ളിയാണ്, കൈലാസം എന്ന ആദിമ ഗ്രാമം. ശിവനും ശക്തിയും ജോഡി അല്ലെങ്കിൽ ഒന്നായിത്തീർന്ന ദമ്പതികളാണ്. അതിനാൽ ജോഡി ആദിപ്പള്ളി സോമപ്പ എന്ന അതുല്യ നാമത്തിന്റെ പൊരുൾ ഇതാണ്. വാസ്തവത്തിൽ സായി ശിവനാണ്, ശിവൻ സായിയും.